ക്രിസ്ത്യാനിയെ പൊക്കിപ്പിടിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും ഒരു മാർക്സിസ്റ്റുകാരനും ഒരു BJP-കാരനും താല്പര്യമില്ല. എന്നുവെച്ചാൽ ഏത് മതം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തിന് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള സൂചിപ്പിക്കൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മുഴുവൻ. ഇപ്പം ഇന്ന് ഭയങ്കരമായ സ്നേഹം പറയുന്നവരും നാളെ അധികാരം കൈവരുമ്പോൾ ഛത്തീസ്ഗഡിൽ കാണിച്ചത് കേരളത്തിലും കാണിക്കും, എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കുടുംബവും സ്വന്തം മതവും സംരക്ഷിക്കുന്ന രീതിയിൽ എല്ലാവരും ജീവിച്ചു പോവുക. അല്ലാണ്ട് രാഷ്ട്രീയക്കാരെന്നാണ് നമ്മളെ ഉയർത്തുന്നത് ഒരിക്കലും വിശ്വസിക്കുക. ഈ സ്വന്തം മതവും സ്വന്തം വിശ്വാസങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ അവരുടെ മതത്തെയും കൂടി മാറ്റി നിർത്തണം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് അങ്ങനെ ഒരു സംഭവം കൂടി വരില്ലേ? ഒന്നുമില്ല, നമ്മുടേത് ശരിക്കും ജീവിക്കുക, മറ്റേത് അവൻ്റെ വഴി. നമുക്കൊരു ബോധ്യമുണ്ടല്ലോ, അത് നന്നായിട്ട് ജീവിച്ചാൽ മതി. ജീവിച്ചാൽ അവനെ ഒരു ഹിന്ദു എതിർക്കുകയല്ല, ഒരു മുസ്ലിം എതിർക്കുകയല്ല, മുസൽമാനെ മറ്റുള്ളവർ ഹിന്ദുക്കളെ എതിർക്കുകയല്ല. ശരിക്കും പണ്ടതായിരുന്നല്ലോ നമ്മുടെ നാട്. ഈയിടെയല്ലേ ചുമ്മാ പേക്കൂത്തൊക്കെ ആയിത്തറിയത്. അങ്ങനെ ജീവിച്ചാൽ അവന് ശരിക്കും ജീവിച്ച ഹൈന്ദവ സമൂഹം കുടിയേറ്റ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയെ പ്രൊട്ടക്ട് ചെയ്ത് മുസ്ലിംസ് മലബാർ മുഴുവൻ. നമുക്കതായിരുന്നു. ക്രിസ്ത്യൻസിലും മുസ്ലിംസും ഹിന്ദുക്കളും ജീവിച്ചു. വർഗീയത ഉണ്ടായിട്ട് ഒരു 30 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പോൾ അപകടമായി. അപ്പം നമ്മളും ചിന്തിക്കും അധികമായിട്ട് ആരെയും നമ്മൾ താങ്ങിയിട്ട് കാര്യമില്ല, നാളെ നമുക്ക് ഇടുവൻ പാരപണിയുന്നു. ആ ചിന്ത വന്നു. പണ്ട ചിന്തയില്ല ആർക്കും. ഈ വർഗീയത, ഈ മതപരമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ വർഗീയതകളും ചർച്ചകളും വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ശരിക്കും ഇതിന് പിന്നിൽ രാഷ്ട്രീയക്കാരുടെ ഒരു ബോധമാണെന്നാണ്. പിന്നെ ഇപ്പം തന്നെ ഛത്തീസ്ഗഡ് സംഭവം ഉണ്ടായി. സംഭവം തെറ്റാണ്, ചെയ്തത് മോശമാണ്. പക്ഷേ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന വീട്ടിൽ വരുന്ന പലരുടെയും കണ്ണിൽ വോട്ടാണ്. എൻ്റെ കാഴ്ചപ്പാടൊക്കെ വോട്ടിന് വേണ്ടിയിട്ടുള്ള. പിന്നെ നാളെ ഒരു സുപ്രഭാതത്തിൽ ഇവരാരും വേണമെന്നില്ല. അവിടെ ഞാൻ പറഞ്ഞ സ്വന്തം മതം സ്വന്തം വിശ്വാസം അതിൽ ശരിക്കും ജീവിച്ചു പോവുക. വേറെ ആരെയും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുക. അതേസമയത്ത് ചെയ്യാവുന്ന ഉപകാരമൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് അവരുടെ ജീവിതം ജീവിക്കുക. അതുപോലെ ഇത്രയും വലിയ അനീതി കാണിച്ചിട്ടും അവർക്കൊന്നും അവിടെയെങ്കിലും ചലനം ഉണ്ടായില്ലല്ലോ. ഈ കേരളത്തിലെ ചലനം ഉണ്ടായിരുന്നു. പ്രഷർ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം പ്രഷർ ചെലുത്തുന്നതിൻ്റെ കാരണവും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പല പല സാഹചര്യങ്ങളിൽ ഇവരൊക്കെ പ്രതികരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് മറ്റു പലപ്പോഴേ. നോക്കുമ്പോൾ നമുക്ക് എനിക്കത്ര വലിയ വിശ്വാസമൊന്നും ഇതിനകത്തില്ല. ഇല്ല. ശരിക്കും ഈ മതവും മതവിശ്വാസങ്ങളും അനിവാര്യമാണോ? അത് വ്യക്തിപരമാണ്, ടേസ്റ്റ് പോലെയാണ്. കപ്പയാണോ ഉപ്പുമാവാണോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അപ്പം എനിക്ക് മതം അനിവാര്യം എന്നുള്ളതാണ്. കാരണം ഒരു മോറൽ ടീച്ചിങ് കൊടുക്കുന്ന മതങ്ങളാണ് അതിൻ്റെ പേര്. അതായത് ഈ മതം തന്നെ വിഷമാകും പ്രാന്താവുമ്പോൾ. നന്നായിട്ട് ജീവിച്ചാൽ മതം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് മതം എന്ന് പറഞ്ഞ പോലെ ആ മതമായിട്ടൊന്നും മാറും, മതം ഇളകലാവും അല്ലേ? ഇത് മാറ്റം വരുന്നു എന്നുള്ള ശരിക്കും ഈ മോറൽ സൈഡിൽ കുറേയും കൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കലും അല്ലെങ്കിൽ കുറച്ച് തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു അല്ലേ ഇപ്പൊ ക്ലാസ്സുകളിൽ? അപ്പം ഏത് മതം എടുത്താലുമേ ഇപ്പം ഭഗവത്ഗീത, ഖുറാൻ, ബൈബിൾ എല്ലാത്തിൻ്റെയും മതഗ്രന്ഥങ്ങൾക്കകത്തുള്ള ടീച്ചിങ് എല്ലാം നന്മയല്ലേ? എല്ലാവരും എടുക്കുന്ന മനുഷ്യൻ്റെ വ്യത്യസ്തയാണല്ലോ ഇത് വിനാശമായിട്ട് മാറുന്നത്. ആ നല്ല വശം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ആ മതമുള്ളതാണ്. തിന്മേലേക്ക് പോകുമെങ്കിൽ ഒരു മതമില്ലാത്ത നല്ലവനായ നിരീശ്വരവാദിയാണ് ജീവിക്കുന്നതാണ്. ആണ്. ഈ നിരീശ്വരവാദിയോട് അച്ഛൻ്റെ ഒരു മനോഭാവം എന്താ? ശരിക്കും ഒരു മതമില്ലാത്തവർ, വിശ്വാസങ്ങളില്ലാത്തവരോട് അച്ഛൻ്റെ ഒരു മനോഭാവം? അവൻ്റെ ജീവിതം നല്ലതാണെങ്കിൽ തിന്മ ചെയ്യുന്ന മതമുള്ളവനേക്കാൾ നല്ലത് വിശ്വാസമില്ലാത്ത നിരീശ്വരവാദിയാണ്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഈ സ്നേഹം പങ്കുവെക്കാത്ത വിശ്വാസിയേക്കാൾ ഇഷ്ടം പങ്കുവെക്കുന്ന നിരീശ്വരവാദിയാണ്. അപ്പം അവനും ഒരുപക്ഷെ സത്യവും നീതിയും മുറുകെ പിടിക്കുന്നെങ്കിൽ ഇൻഡയറക്റ്റ് വേയിൽ അവനും ഒരു വിശ്വാസിയാണ്, സത്യത്തിലും നീതിയിലും. നന്മ എന്നുള്ള കാര്യമുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന ലഹളകളും പ്രശ്നങ്ങളും മുഴുവൻ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിലല്ല. നമ്മുടെ ശരിക്കുള്ള വിശ്വാസികളല്ല, എല്ലാം ചുമ്മാ മതത്തിൻ്റെ ലേബലിൽ വെക്കുന്ന പ്രാന്തന്മാരാണ്. കറക്റ്റ് മതമാണെങ്കിൽ അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പം അത് ആ ചിന്ത പിന്നെ ചിരിച്ച് പിടിക്കുകയും ചെയ്യും ഓരോ വിധത്തിലേ. ശരിക്കും ഇപ്പോൾ വിവാഹം എന്നല്ല അപ്പുറത്തേക്ക് ഇപ്പോൾ കൂടുതലും ഡിവോഴ്സ് കേസുകൾ കണ്ടു തുടങ്ങി അല്ലേ? പണ്ട് അത്രത്തോളം ഉണ്ടായിരുന്നില്ല. എൻ്റെ നോർമലൈസ് ചെയ്ത് തുടങ്ങി. മറ്റേതൊരു വിവാഹം കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് എന്തോ മോശമാണ്, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് മാറി തുടങ്ങി. അച്ഛന് തോന്നുന്നു അത്തരത്തിൽ തുടരാൻ പറ്റാത്തൊരു ബന്ധമാണെങ്കിൽ അതിന് തുടരാൻ വേണ്ടിയിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യണോ, അല്ലെങ്കിൽ പറ്റാത്ത ബന്ധമാണെങ്കിൽ പിരിഞ്ഞു പോരണോ? മാക്സിമം
തുടരാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങ് 99% ഉം. എന്തെല്ലാം മാർഗമുണ്ട് കൊടുക്കണം. ഒരു മാർഗം ഇല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞു പോകാം. ഉം. ശരിക്കും ആ ഒരു ഇത് നോർമലൈസ് ചെയ്യേണ്ട ഒരു സമയം ആയില്ലേ? ഇത് വലിയൊരു പ്രശ്നമുള്ള കേസൊന്നുമല്ല ഡിവോഴ്സ് എന്നുള്ളത്. ഇത് അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതിൽ കുറേ ആയിട്ട് കൗൺസിൽ ചെയ്തിട്ട് പറ്റാത്തൊരു കാര്യത്തിന് കൂട്ടിച്ചേർക്കാൻ നോക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് ചില കാര്യം കൂടിച്ചേർക്കാൻ പറ്റിയല്ല, അത് കോടതിക്ക് വിടുക. കൂടിച്ചേർക്കാൻ പറ്റുന്നത് നമ്മുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ വിവാഹങ്ങൾക്ക് അപ്പുറത്തേക്ക് അതൊരു ഇപ്പോൾ ലിവിങ് ടു ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്തരം റിലേഷൻഷിപ്പ് ഒരു മാരേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോവാതെ ഇഷ്ടപ്പെട്ടവരൊന്നിച്ച് ജീവിക്കുക, അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളോ ലൈസൻസോ ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിനോട് അച്ഛൻ എങ്ങനെ നോക്കി കാണുന്നത്? ആൺപെണ്ണ് അതെ. അതിനകത്തൊരു പ്രശ്നം ഇതേ ഉള്ളൂ, അതിനകത്ത് ഉത്തരവാദിത്വ ബോധമില്ല. ഇല്ല. നമ്മൾ ഏത് ലൈഫിലൊരു ഉത്തരവാദിത്വ ബോധം. ഇപ്പം ചാനലിൽ നമ്മളിങ്ങനെ പറയുമ്പം നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആണല്ലോ നല്ല കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കല്യാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ലോകത്തിന് ഒരു പുതിയ നല്ല തലമുറയെ കൊടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഭാഗമാണ്. ദൈവമക്കളെ തന്നാൽ അല്ലാതെ ശരിക്കും വിവാഹം കഴിഞ്ഞാൽ ഉത്തരവാദിത്വം വരും, അങ്ങനെ ഉണ്ടോ? അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവണമല്ലോ, കുഞ്ഞിനെ വളർത്തണ്ടേ, അതാണല്ലോ റെസ്പോൺസിബിലിറ്റി. അതാണ്. ഇപ്പം 2 കുഞ്ഞ് കഴിച്ചാൽ കുഞ്ഞ് ജനിച്ചു, ആ കഷ്ടപ്പാട് വലച്ചിലും ലിവിങ് ടുഗദറിലില്ല. അതിനകത്ത് ഉത്തരവാദിത്വമില്ല, ചുമ്മാ ഒരു എൻജോയ് ചെയ്യുന്ന മാത്രമേ അതിന് വരുള്ളൂ. റെസ്പോൺസിബിലിറ്റി തന്നെ ഇരിക്കുന്നത്. അവർ സെക്സ് ആസ്വദിച്ചു, അല്ലെങ്കിൽ കൂട്ടുകൂടി ഇങ്ങനെ നടന്ന് അടിച്ചു പൊളിച്ചു, അവസാനമാകുമ്പോൾ അങ്ങനെ മരിച്ച് അങ്ങ് പോയി. അപ്പം അതല്ലല്ലോ ഇപ്പൊ ഇതിൽ പറഞ്ഞ അച്ഛൻ പറഞ്ഞു ലിവിങ് ടുഗദർ ആകുമ്പോൾ അതിലൊരു ഉത്തരവാദിത്വം വരുന്നില്ല, വിവാഹം എന്നൊരു നടക്കാത്തത് കൊണ്ട്. ഇതിനപ്പുറത്തെ വശത്തേക്ക് ചിന്തിക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്, എൻ്റെ ഇഷ്ടമില്ലാതെ ആകുമ്പോൾ എനിക്കിത് പെട്ടെന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും പ്രതിസന്ധിയും അവിടെ വരുന്നില്ലേ? ശരി, ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ ഏതൊന്നും ഒരു ഭൂരിപക്ഷത്തിൻ്റെ കഥയല്ലല്ലോ. 100-ൽ 99 അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ. ശതമാനമൊക്കെ ഭയങ്കരമായിട്ട് മാറി തുടങ്ങി. കോടതിയിലെ വക്കീലുണ്ട്, ചുമ്മാ കുറെ പേട്ട് കേസുകളാണ് ഡൈവോഴ്സിലൊക്കെ വരുന്നത്, ചിലത് സത്യസന്ധമായ കേസുകൾ. അച്ഛൻ കുടുംബ കോടതിയിലാണോ? പിന്നെ അപ്പൊ അച്ഛന്റെ സൈഡ് ഒരു ഡിവോഴ്സ് കേസ് വരുന്ന സമയത്ത് മാക്സിമം കൗൺസിലിംഗ് വിട്ടിട്ട് കൂട്ടി യോജിപ്പിക്കാനോ ആണോ മാക്സിമം നോക്കാറുള്ളത്? പരമാവധി. ഒരു മാർഗമില്ലെങ്കിൽ കോടതിയുടെ വിധിയിലേക്ക് പൊക്കോളാൻ പറയും. ഒത്തിരി എത്ര യോജിപ്പിക്കാൻ പറ്റുന്നു. ശരിക്കും ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ നല്ലതല്ലേ? അച്ഛൻ മാക്സിമം കൂട്ടി യോജിപ്പിക്കും. അവർ പിരിയണമെന്ന് പരമാവധി തീരുമാനിക്കാൻ ചിലർ വരും. ഇപ്പം കുറേങ്ങാട് പോലീസ് സ്റ്റേഷൻ കേസിലെങ്കിൽ SI എന്നോട് ചോദിക്കും, അച്ഛാ ഇത് കോടതി കേസിൽ പോകണോ വേണ്ടയോ? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ചില കാര്യം അങ്ങനെ ചിലയിടത്ത്. അപ്പം നമുക്കിപ്പം ഡൈവോഴ്സ് ചെയ്യുന്നവരെ വിമർശിക്കുകയൊന്നുമല്ല, ചില സാഹചര്യം അങ്ങനെ ആയി പോകാം. പക്ഷേ അതൊരു കോമൺ ആയിട്ട് അംഗീകരിക്കേണ്ട ഫോറമാണെന്നും പറഞ്ഞ് തിയറിയാക്കാൻ പറ്റുമല്ല. അങ്ങനെ സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് അത് മാറും. പരമാവധി ഒരുമിച്ച് ജീവിക്കാൻ നോക്കുക. അതെവിടെയും ഉണ്ടല്ലോ കഷ്ടപ്പാട് വരച്ചിലും. നോക്കാൻ പറയാ, കുടുംബമാണെങ്കിൽ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ അടിച്ച് ഉത്തരവാദിത്വം നിർവഹിക്കുക. അപ്പം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി 5 മക്കളെ ശരിക്കും വാർത്തെടുത്താൽ സമൂഹം നന്നാവും. അച്ഛനായി ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എൻ്റെ പ്രബോധനങ്ങളിലൂടെ ഞാൻ സമൂഹത്തെ രൂപപ്പെടുത്തണം. അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതില്ലാതെ കുറച്ച് തിന്ന് കുടിച്ച് കാശുമായിട്ട് പട്ടി, അത് കന്നിമാത്തി പട്ടി അതിൻ്റെ ബസ് സ്റ്റാൻഡിലൊക്കെ നക്കി നടക്കുന്നതാണ്. അത് വളരെ വ്യത്യാസം.